ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടോ. ശരി അമ്മേ. മഹാദേവ ഭഗവാനെ എന്നെ രക്ഷിക്കണേ. എന്താ ഉണ്ണി ഇത്? ഭഗവാനോട് ഇങ്ങനെയാണോ പ്രാർത്ഥിക്കണേ? മഹാദേവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കേ അരുത്. അതെന്നാ മുത്തശ്ശ? പറഞ്ഞു തരാം. മറ്റുള്ള ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് മഹാദേവൻ. തൻ്റെ ഭക്തരുടെ ഏതൊരു ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഉണ്ണി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും അത് ചെയ്തു തരും. പക്ഷേ ഉണ്ണി മനസ്സിലാക്കണം, രക്ഷിക്കുക എന്ന് വെച്ചാൽ സകലത്തിൽ നിന്നുമുള്ള രക്ഷയായി മഹാദേവൻ കാണും. അതിനാൽ തന്നെ ജനന മരണ ചക്രത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നെല്ലാം ഒരു രക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് നമ്മുടെ ആത്മാവിനെ മഹാദേവൻ അങ്ങ് എടുക്കും. അദ്ദേഹത്തിന്റെ മുന്നിൽ തൻ്റെ ഭക്തൻ രക്ഷ ചോദിക്കുന്നു. അദ്ദേഹം പറയും, അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട, ഇങ്ങോട്ട് പോരെ എന്ന്. പല അഘോരികളും സന്യാസിമാരും ഈ കാലചക്രത്തിൽ പെടാതെ ആത്മാവിന് മോക്ഷം നേടാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് അതുമൂലം ഈ ദേഹത്തെയല്ല ആത്മാവിനെയാണ് ദൈവത്തിലെത്തിക്കാൻ സാധിക്കുക. കൂടാതെ അവരെല്ലാം മഹാദേവന്റെ യഥാർത്ഥ വിശ്വാസികളുമായിരിക്കും. അതിനാൽ മഹാദേവനോട് രക്ഷിക്കാൻ പ്രാർത്ഥിക്കരുത്, കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. മനസ്സിലായോ ഉണ്ണിക്ക്? ശരി മുത്തശ്ശ, മനസ്സിലായി. മഹാദേവ എല്ലാവരും കൂടെ ഉണ്ടാവണേ.